നമസ്കാരം. നമസ്തേ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇറാനും അതേപോലെ അമേരിക്കയും തമ്മിൽ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്നായിരുന്നു. അവസാന നിമിഷത്തിൽ 2 കാരണങ്ങളാൽ അമേരിക്ക പിൻവാങ്ങി എന്നാണ് ഇറാൻ പറഞ്ഞത്. അമേരിക്ക ഗോൾ അടിക്കാൻ വേണ്ടി മുന്നോട്ട് കയറി സ്വന്തം ഗോൾ പോസ്റ്റിന് അടിക്കുകയാണെന്നും കൂടെ അവർ പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഇടയിലൊരു വേറൊരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ ഇറാനോട് യുദ്ധം ചെയ്യാൻ തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ 13,000-ഓളം ഭടന്മാരെ അവിടെ ഇറക്കിയിരിക്കുന്നു. നേരിട്ട് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് മധ്യസ്ഥരായി വന്ന ആളുകൾ തന്നെ ഇറാനോട് ഏറ്റുമുട്ടാൻ പോകുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മലയാളത്തില് ഒരു പ്രയോഗമുണ്ട്, പേരെടുക്കാൻ വന്നവർ ഇരട്ട പറ്റൂ എന്ന് പറയും. അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭം, ഈ പാകിസ്ഥാന്റെ ഒരു റോള് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം യുദ്ധം നിർത്താനായിട്ട് വന്ന പാകിസ്ഥാന് ഈ യുദ്ധത്തിന്റെ ഒരു അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് പാകിസ്ഥാൻ മാറാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇതില് 13,000-ഓളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ആധുനിക വിമാനങ്ങളായ F-16D, അതുപോലെ JF-17, J-10C ഇതെല്ലാം തന്നെ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ എത്തിയിട്ടുണ്ട്. ഇതിന് ബദലായിട്ട് ഇപ്പോൾ UAE-ക്ക് ഒരു $3.5 ബില്യൺ കടം കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ എടുത്ത് അത് തിരിച്ചടയ്ക്കാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അത് ഈ ഏപ്രിലിൽ തിരിച്ചടയ്ക്കണം എന്നൊരു അന്ത്യശാസനം UAE കൊടുത്തിരുന്നു. ഈ അന്ത്യശാസനത്തെ മീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഈ കടം ഉടൻ തിരിച്ചടയ്ക്കാൻ $3.5 ബില്യൺ സൗദി അറേബ്യ നൽകും എന്നാണ് ചില മാധ്യമങ്ങൾ, തുർക്കിയിൽ നിന്നുമൊക്കെയുള്ള ചില മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്ന. അപ്പോ പാകിസ്ഥാൻ സൈന്യം സൗദിയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം സൗദിയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, അതുപോലെ എണ്ണ ഖനന മേഖലകൾ ഇവയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, ഇറാനെ സംബന്ധിച്ച് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഗൾഫിന്റെ എണ്ണ ശുദ്ധീകരണശാലകളെയും ഖനന മേഖലകളെയും അതുപോലെ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിനെയും ഇതിനെയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ സൈന്യം വന്നു എന്ന് വെച്ചിട്ട് ഇറാൻ നിർത്താൻ പോകുന്നില്ല. ഇറാനെ സംബന്ധിച്ച് ഈ ആക്രമണം ശത്രുവിന്റെ മർമ്മപ്രധാന കേന്ദ്രങ്ങളിൽ അടിച്ചില്ലെങ്കിൽ പിന്നെ ഇറാൻ എന്ത് യുദ്ധമാണ്? അപ്പം സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതൊരു കാരണമാക്കി എടുത്തുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് മാറും. പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് പാകിസ്ഥാൻ ഇപ്പോഴും ചിലരൊക്കെ വിശ്വസിക്കുന്നത് പാകിസ്ഥാന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാനെ ഒരിക്കലും ആക്രമിക്കില്ല. മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാഹോദര്യം, ആ സാഹോദര്യമുണ്ട്. ഇറാൻ ഷിയ ആണെങ്കിലും പാകിസ്ഥാൻ സുന്നി ആണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ പോകില്ല. പക്ഷേ സൗദി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 2025 സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു. അതായത് സൗദിയെ ആരാക്രമിച്ചാലും പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ വരും, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയും വരും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതിരോധ കരാർ അവർ ഒപ്പിട്ടിരുന്നു. ആ പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് സൗദിയുടെ കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. അപ്പോൾ പാകിസ്ഥാൻ സൈനികർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പാകിസ്ഥാൻ കൈകെട്ടി നോക്കി നിൽക്കുമോ? സാധ്യതയില്ല. ഇവിടെ വേറൊരു കാര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പാകിസ്ഥാൻ സൈന്യം ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ പാകിസ്ഥാൻ സൈന്യം പങ്കെടുത്താൽ അമേരിക്കയുടെ ആൾനാശം കുറഞ്ഞു കിട്ടും. സൈന്യം ചില കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ അമേരിക്ക കൊടുത്തിട്ടുണ്ടാകും. അതായത് പാകിസ്ഥാന് പുതിയ ആയുധങ്ങൾ നൽകാം, ടാങ്കുകൾ, തോക്കുകൾ, ഡ്രോണുകൾ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ന് ഇതൊന്നും വില കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ പാകിസ്ഥാൻ സൈന്യം യഥാർത്ഥത്തിൽ ഒരു കൂലിപ്പട്ടാളം പോലെയാണ്
ഇപ്പോ സൗദിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഇപ്പം ലോകമെമ്പാടും യുദ്ധങ്ങളിൽ കൂലിപ്പട്ടാളങ്ങൾ പങ്കെടുക്കുന്ന ഒരു പതിവ് ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ റഷ്യ യുക്രൈൻ ആക്രമിക്കുമ്പോൾ വടക്കൻ കൊറിയയുടെ സൈന്യം കൂലിപ്പട്ടാളമായിട്ട് അവരോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ തന്നെ ഒരു കൂലിപ്പട്ടാളം ഇതിനകത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇപ്പൊ കൂലിപ്പട്ടാളങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. പ്രൈവറ്റ് ആർമികൾ, വാഗ്നർ എന്ന് പറയുന്ന ഒരു സംഘമാണ് റഷ്യക്ക് വേണ്ടി ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് പലയിടത്തും. വാഗ്നർ എന്ന് പറയുന്നത് പലപ്പോഴും റഷ്യയുടെ ജയിലുകളിൽ കഴിയുന്ന കൊടും ക്രൂരരായ തടവുകാരെ അവർക്ക് പിന്നെ ഈ ഇത്ര വർഷം, അതായത് 2 വർഷം യുദ്ധമുന്നണിയിൽ സെർവ് ചെയ്താൽ 2 വർഷം കഴിഞ്ഞ് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ പുറത്തു വിടും. അത് മാത്രമല്ല അവർക്ക് വലിയ പിന്നെ പുറത്താകുമ്പോൾ തന്നെ അവർക്ക് വലിയ സഹായങ്ങൾ കിട്ടും, ധനസഹായം, അവരുടെ കുടുംബങ്ങൾക്ക് വലിയ പൈസ ഓഫർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇത് ഇവിടെയും നടപ്പാകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇനി ഇതിലൊരു വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത്, ഈ ഇറാൻ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഒരു 20-25% ഷിയാക്കളാണ്. ഈ ഷിയാക്കള് അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ബലൂചിസ്ഥാൻ, ഈ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ബലൂചിസ്ഥാൻ ഏതാണ്ട് 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് ഇറാനും പാകിസ്ഥാനും തമ്മിൽ. അപ്പോ ഇറാൻ ബലൂചിസ്ഥാൻ വിഘടനവാദികൾക്ക് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് സഹായം കൊടുക്കാൻ അവർ സന്നദ്ധമായാൽ സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ എന്തായാലും അവിടുത്തെ പോരാട്ടം കനക്കും. പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് ബലൂചിസ്ഥാനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഈ അവസരം തീർച്ചയായിട്ടും അവർ മുതലെടുക്കും. പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം ഉറപ്പാണ് പാകിസ്ഥാൻ ഇറാനെതിരെ യുദ്ധം ചെയ്താൽ. മാത്രമല്ല എന്താണ് അങ്ങനെ ചോദിക്കാൻ വന്നത്? മാത്രമല്ല അഫ്ഗാനിസ്ഥാന്റെ ഇടപെടലും ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, അവിടെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ തൽക്കാലം പാകിസ്ഥാനെ ആക്രമിക്കില്ല. കാരണം അറബ് രാജ്യങ്ങള് അഫ്ഗാനിസ്ഥാനെ സ്വാധീനിക്കും. ഇവിടെ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഗൾഫിന്റെ ആവശ്യം. ഇപ്പൊ അമേരിക്കയെക്കാളും ഇസ്രായേലിനെക്കാളും ഏറ്റവും ശക്തമായി ഈ യുദ്ധം ഈ മൂന്ന് സൊല്യൂഷൻസ്, അതായത് ഭരണകൂടത്തിന്റെ മാറ്റം, ഈ ഹോർമുസ് കനാൽ പിന്നെ കടലിടുക്കിൽ സ്വതന്ത്ര സഞ്ചാരം അനുവദിക്കുക, അതുപോലെ തന്നെ ഇറാന്റെ ഡീന്യൂക്ലിയറൈസേഷൻ, ഈ 3 കാര്യങ്ങളും ഉറപ്പാക്കുക എന്നുള്ളത് ഗൾഫിന്റെ ആവശ്യമാണ്. അത് GCC രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ സുരക്ഷിതത്വമാണ്. അല്ലാതെ ഈ യുദ്ധം നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, സർവശക്തമായ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വരുന്നു, ഗൾഫിന് അവരുടെ എണ്ണ പുറത്തേക്ക് വിടണമെങ്കിൽ, അവരുടെ പ്രകൃതിവാതകം പുറത്തേക്ക് വിൽക്കണമെങ്കിൽ ഇറാന്റെ അനുവാദം വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ ഈ യുദ്ധം സമാധാനപൂർണമായിട്ട് നിൽക്കും എന്നുള്ളത് ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അത് അയഥാർത്ഥമാണെന്ന് ഞാൻ പറയും. കാരണം ഈ യുദ്ധം അമേരിക്കയുടെ മാത്രം യുദ്ധമല്ല, ഈ യുദ്ധം ഇസ്രായേലിന്റെ യുദ്ധമല്ല. ഈ യുദ്ധം മധ്യപൂർവേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ അവരുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമാണ്. ഇതിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. നമ്മൾ ഖാർഗ് ദ്വീപിനെ കുറിച്ച് പറഞ്ഞു, ലവാൻ ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. ഈ 2 ദ്വീപിന്റെയും അടിയിലാണ് ഇറാന്റെ, ആ ഭാഗത്ത് കടലിലാണ് ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുണ്ട്. ഹോർമുസിന്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഈ ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം അല്ലെങ്കിൽ അതിൽ ഖനന മേഖല, അത് ഒരു ഒറ്റ സ്ട്രെച്ചായിട്ട് ഖത്തറും ഇറാന്റെയും ഒരുമിച്ച് കിടക്കുകയാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഖത്തറിന് ഖനനം നടത്താൻ പറ്റുന്നുണ്ട്, ഇറാന് ഖനനം നടത്താൻ പറ്റുന്നില്ല. ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിൽ കിടക്കുമ്പോൾ ഒരു അറ്റത്ത് നിന്ന് ഖനനം നടത്തിയാൽ മൊത്തം പ്രകൃതിവാതകമായിരിക്കും ഒരുപോലെ തീരാൻ പോകുന്നത്. അപ്പൊ ഇറാൻ ന്യായമായിട്ട് അവകാശപ്പെട്ട പ്രകൃതിവാതകവും ഖത്തർ പരോക്ഷമായിട്ട് ഖനനം ചെയ്തെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതൊക്കെ കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ താല്പര്യമുണ്ട് ഈ ഹോർമുസില് അവരുടെ നിയന്ത്രണം വേണമെന്നുള്ളത്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത് 2 രാജ്യങ്ങളുടെയും ധനസ്രോതസ്സുകളുടെ ലൈഫ് ലൈനിന്റെ പോരാട്ടമാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം, അത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്.
കാരണം എണ്ണ 2050-60 എണ്ണയുടെ പ്രസക്തി വളരെ കുറയുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സാധാരണമാണ്. ഈ 2030 ശേഷം ഇലക്ട്രിക് കാറുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിർമ്മിക്കാൻ ക്ഷമിക്കണം, ഈ പെട്രോൾ ഡീസൽ കാറുകൾ, ഫോസിൽ ഫ്യൂവൽ കാറുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളും നിർമ്മിക്കില്ല. അവിടെ ഹെവി വെഹിക്കിൾ മാത്രമേ ഇനി പെട്രോളോ ഡീസലോ കൊണ്ട് ഓടുന്നത് വരികയുള്ളൂ. അത് ഇന്ത്യ പോലും 2050 ഇത് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു നിലയിലാണ്. ഇപ്പം നമുക്കറിയാം, ഇലക്ട്രിക് കാറുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണമാണ്. നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാൽ ഒരു 5 കാർ കണ്ടാൽ ചിലപ്പം അതിൽ ഒരെണ്ണം എങ്കിലും ഇലക്ട്രിക് വാഹനമായിരിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇലക്ട്രിക് മറ്റ് ഓട്ടോറിക്ഷകളൊക്കെ ഇപ്പൊ സാധാരണയാണ്. അപ്പം ഈ ഒരു 25 കൊല്ലത്തിന് ശേഷം ലോകത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്വാധീനം വളരെ കുറയും. ഈ യുദ്ധം വന്നില്ലായിരുന്നെങ്കിൽ 2-3 വർഷമായിട്ട് എണ്ണയുടെ വില $70 ബാരലിൽ താഴെയായിട്ട് കിടക്കുകയായിരുന്നു. 2023 ശേഷം ഉയരുന്നില്ലായിരുന്നു. കാരണം ലോകത്തിലെ എണ്ണയുടെ ഉപഭോഗം താഴോട്ട് വന്നില്ല. ഇപ്പൊ ഇപ്പോൾ ഇറാനും ഗൾഫും തമ്മിലുള്ള ഒരു മത്സരം ഈ 25-30 കൊല്ലം കൊണ്ട് മാക്സിമം അവരുടെ ഉൽപ്പന്നം വിറ്റഴിച്ച് അവർക്ക് വലിയ ധനശേഖരം ഉണ്ടാക്കി. അവിടെ സോവറൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നതാണ്. ഇപ്പൊ സൗദി അറേബ്യക്ക് സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി ഉണ്ട്. അവരുടെ സോവറൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ ഫണ്ടുകളിൽ ഒന്നാണ്. അതുപോലെ അബുദാബിയുടെ സോവറൻ വെൽത്ത് ഫണ്ട്. ഇതിലൂടെ അവർ ഡൈവേഴ്സ് നിക്ഷേപങ്ങളും അവരുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനകളെ അവർ വൈവിധ്യവൽക്കരിക്കുകയുമാണ്. അങ്ങനെ വൈവിധ്യവൽക്കരിക്കുമ്പോൾ അതിനു വേണ്ട പണം ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്നും അതിവേഗം ഉണ്ടാക്കി അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഭാവിയിലും തങ്ങളുടെ ആ ഒരു അഫ്ലുവൻസ്, തങ്ങളുടെ സമ്പത്ത് അതുപോലെ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അവർ. അപ്പം ഇത് സമ്പത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചകൾക്കൊന്നും സ്ഥാനമില്ല. ഇതിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, നമ്മൾ രണ്ടും കൂടി നിൽക്കുന്ന ഒരവസ്ഥ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു അന്ത്യപ്രവാചകനെ പോലെ സംസാരിക്കുന്നതായിട്ട് ചിലർക്കെങ്കിലും തോന്നാം. ഞാനൊരു ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ഈ രംഗത്തുള്ള എക്സ്പീരിയൻസ് ആണല്ലോ പറയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ഗൾഫിൽ തന്നെ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇറാനെ അവർക്ക് ഇഷ്ടമല്ല. ഇറാന്റെ പരിപാടികൾ ഞങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന തന്നെ വളരെ ആലോചിച്ചിട്ടായിരിക്കും. ഇറാൻ എംബസി സംഘടിപ്പിക്കുന്ന പരിപാടികൾ നമ്മൾ പുറത്തു കാണുന്ന ഒരു സൗഹാർദ്ദത്തിന് അപ്പുറത്തേക്ക് ഈ രണ്ട് രാജ്യങ്ങൾ, രണ്ട് മേഖലകളാണ്. ഇറാൻ പ്രതിനിധീകരിക്കുന്ന ഒരു മേഖലയും ഗൾഫ് പ്രതിനിധീകരിക്കുന്ന ഒരു മേഖലയും. ആ മേഖലയില് രണ്ടും തമ്മിൽ വലിയ സംഘർഷമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതില് ഇന്ത്യക്കും വലിയ പ്രസക്തിയുണ്ട്. അപ്പൊ എന്റെ വിലയിരുത്തലിൽ ഇന്ത്യ എപ്പോഴും ഗൾഫിന്റെ കൂടെ നിൽക്കും. നമ്മൾ ഇറാനുമായിട്ട് സൗഹാർദ്ദമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് അടുപ്പമുള്ളത് ഗൾഫാണ്. നമ്മുടെ എല്ലാ കച്ചവടങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗൾഫാണ്. നമ്മുടെ ആൾക്കാർ കൂടുതൽ ജോലി ചെയ്യുന്ന ഗൾഫിലാണ്. ആത്യന്തികമായിട്ട് ഗൾഫിന്റെ താല്പര്യത്തോട് ഒപ്പം നിൽക്കാനേ ഇന്ത്യക്ക് പറ്റുള്ളൂ. വളരെ സുചിന്തിതമായിട്ടുള്ള രീതിയിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ സർക്കാരും പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാന് ഈ യുദ്ധത്തിൽ മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഇറാനെ ഒപ്പമാണെന്ന് പറയുന്നു. അതോടൊപ്പം ഗൾഫുമായിട്ട് സൈനിക കരാറിൽ ഏർപ്പെടുന്നു. രണ്ടും കൂടി ഇനി നടക്കില്ല. പാകിസ്ഥാനും വ്യക്തമായ നിലപാടെടുത്തേ പറ്റൂ. പാകിസ്ഥാനെ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ആശ്വസിക്കാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ വിഷയത്തിൽ ഇറാനോടൊപ്പം പോവില്ല. പക്ഷെ പാകിസ്ഥാൻ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചർച്ച സമയപരിമിതി മൂലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് ഇവിടെ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ചൈനയുടെ ശത്രുതയാണ്. കാരണം ചൈന ഇറാന്റെ സുഹൃത്താണ്. ചൈന ഇറാന് വേണ്ടി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയാണ്. പാകിസ്ഥാൻ ഇറാനെതിരെ ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ ചൈന പിന്നീട് ചൈനയുടെ പാകിസ്ഥാനോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നുള്ളത്. കാരണം ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാനേക്കാൾ വളരെയധികം ആവശ്യമുള്ള രാജ്യമാണ് ഇറാനാണ് ഇറാന്റെ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. ഇറാനിൽ നിന്നും പ്രകൃതി വാങ്ങുന്ന രാജ്യമാണ് ചൈന. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അവിടെ പാകിസ്ഥാൻ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക്
ഇറാനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയാൽ പാകിസ്ഥാനുള്ള പല സഹായങ്ങളും ചൈന അതോടുകൂടി ഇല്ലാതാക്കും. പാകിസ്ഥാന്റെ ചൈനയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ 80% പാകിസ്ഥാന്റെ കൈവശമുള്ളത്. ഇതിന്റെ ഒന്നും സ്പെയർ പാർട്സുകൾ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾക്ക് പാകിസ്ഥാന് നേരിടേണ്ടി വരും. ഒരുപക്ഷെ പിശാചിന്റെയും കടലിന്റെയും നടുക്കെന്നുള്ള പോലെ നിൽക്കുന്ന പാകിസ്ഥാന് ഈ സൗദി തരുന്ന പണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനമാണ് പാകിസ്ഥാൻ ഈ വരുന്ന ദിവസങ്ങളിൽ എടുക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അവര് ഇത് ബാലൻസ് ചെയ്യാൻ പോവുക എന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പുതിയ ഇൻഫർമേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. നന്ദി, നമസ്കാരം.